ഹായ് ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് രണ്ടക്ഷരങ്ങൾ വെച്ചുള്ള വാക്കുകൾ നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കുറേ വാക്കുകൾ പഠിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ വാക്ക് എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് അക്ഷരങ്ങളുള്ളതാണ് അല്ലേ. അപ്പോൾ വാക്ക് നമ്മളെല്ലാവരും ഒരു വാക്ക് പറയുമോ അല്ലെങ്കിൽ സംസാരിക്കുക വാക്കുകൾ അല്ലേ. അപ്പോൾ വാക്ക് എന്ന് പറയുന്നതും രണ്ടക്ഷരങ്ങൾ കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ വാക്ക് എന്നുള്ളത് എങ്ങനെ എഴുതാൻ നോക്കാം. ഓക്കെ, റെഡി? വാക്ക്. ഓക്കെ, അപ്പോൾ വാക്ക് എന്നുള്ളത് രണ്ടക്ഷരങ്ങൾ കൂടിയിട്ടുള്ളത്, വായും കായും കൂടിയിട്ടുള്ളത്. അപ്പോൾ വാക്ക് എന്നുള്ള ഒരു അക്ഷരം നമുക്ക് കിട്ടിയില്ല, അപ്പോൾ ഒരു വേർഡ് കിട്ടിയത്. അടുത്തത് കൊക്ക്. കൊക്കിനെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. കൊക്ക് എവിടെ ഉണ്ടാവുക? പാടത്തുണ്ടാവും അല്ലേ. പിന്നെ ചിലപ്പോൾ നമ്മളെ വീട്ടിലിപ്പോൾ പാടമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചിലപ്പം വെള്ളമൊക്കെ ഉള്ള കുളത്തിൻ്റെ കരയിലൊക്കെ കൊക്കിനെ കണ്ടിട്ടില്ല എല്ലാവരും. നീണ്ട കൊക്കായിട്ട് വൈറ്റ് കളർ, വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അത് പറന്നു പോകുമ്പോൾ നമുക്ക് വൈറ്റായിട്ട് തോന്നും അല്ലേ. പക്ഷേ ഒരു ഐവർ കളറായിരിക്കും അല്ലേ, ഒരു കാലൊക്കെ നല്ല നീളത്തിലായിട്ട് അല്ലേ. അപ്പോൾ ഈ കൊക്ക് എന്ന് പറയുന്നതിനും രണ്ടക്ഷരങ്ങൾ കൂടിയുള്ള വാക്കുകളാണ്. അപ്പോൾ കൊക്ക് എന്ന് എങ്ങനെ എഴുതാൻ നോക്കാം നമുക്ക്. ഓക്കെ, കൊക്ക്. കൊക്ക് എങ്ങനെയാ നോക്കാം നമുക്ക്. കൊക്കിനിതാ ഇതേപോലെ നല്ല നീളത്തിലുള്ള അതിൻ്റെ ഇങ്ങനെ കൊക്ക് വരും അല്ലേ. കാലും ഇതുപോലെ ആയിരിക്കും, നല്ല നീളത്തിലായിരിക്കും അല്ലേ. ഇത് വെള്ളത്തിലുണ്ടാകും. അപ്പോൾ കൊക്ക്. അപ്പോൾ കൊക്ക് മനസ്സിലായല്ലോ. കൊക്ക് എന്ന് ഇതിന് ഈ പക്ഷിക്ക് പറയുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ ഈ ചുണ്ടിന് ഈ ബീക്കിനും നമ്മൾ എന്താ പറയുന്നത്? കൊക്ക് എന്ന് പറയും അല്ലേ. അപ്പോൾ കൊക്ക്, കൊക്ക്. അപ്പോൾ കൊക്ക് എന്താ കഴിക്കുക? വെള്ളത്തിൽ നിന്ന് എന്താ കഴിക്കുക? മീനിനെ പിടിക്കും അല്ലേ. മീനെ പിടിക്കില്ലേ. അപ്പോൾ മീൻ എന്നുള്ളതും രണ്ടക്ഷരങ്ങളുള്ള വാക്കായി. അപ്പോൾ കൊക്ക് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ കൊക്കിന് കൊക്കുണ്ട് അല്ലേ. കൊക്കിന് കൊക്കുണ്ട്. പിന്നെ കൊക്ക് പിന്നെ എന്ത് കഴിക്കുന്നതിന് ഭക്ഷണം എന്താണ്? മത്സ്യങ്ങളും ചെറിയ പ്രാണികളൊക്കെ അല്ലേ. അപ്പോൾ മത്സ്യം എന്ന് പറയുന്നത് മീൻ എന്ന് പറയും അല്ലേ. അപ്പോൾ മീൻ എന്ന് പറയുന്നതും രണ്ടക്ഷരങ്ങൾ കൂടിയുള്ള ഒരു വാക്കാണ്. അപ്പോൾ എങ്ങനെ എഴുതാൻ നോക്കാം. മീൻ, മീൻ. ഓക്കെ, അപ്പം അടുത്ത രണ്ടക്ഷരമുള്ള വാക്ക് ഏതാണ്? തത്ത. തത്തേനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. നല്ല ഭംഗിയുള്ള പക്ഷിയല്ലേ. ചുവന്ന ചുണ്ടും പച്ച നിറത്തിലുള്ള തുകലൊക്കെ ആയിട്ടുള്ള തത്തേനെ കണ്ടിട്ടില്ലേ. അപ്പോൾ തത്ത എന്ന് പറയുന്ന രണ്ടക്ഷരം കൂടിയിട്ടുള്ള ഒരു വാക്കാണ്. അപ്പോൾ തത്ത. അപ്പം നമ്മൾ ചിലപ്പോൾ തത്തേനെ കൊണ്ട് സംസാരിപ്പിക്കൂലേ. എല്ലാവരും തത്തമ്മ പൂച്ച പൂച്ച പറയുമ്പോൾ തത്ത തിരിച്ചും കൂടി പറയൂല. ഒരു കൂട്ടിലൊക്കെ ഇട്ട് അടയ്ക്കും നമ്മളല്ലേ. അപ്പോൾ തത്ത എന്ന് ഇങ്ങനെ എഴുതാം നോക്ക് നമ്മൾ. ത. ഈ തത്തയിൽ കണ്ടോ രണ്ട് താ കൂടുമ്പോൾ താന്ന് വരുന്നത്. പക്ഷേ എങ്കിൽ പോലും രണ്ട് ലെറ്റേഴ്സാണ്, രണ്ട് എന്താ വാക്കുകളല്ല, രണ്ട് എന്ത് അക്ഷരങ്ങൾ ചേർന്നിട്ടുള്ള ഒരു വാക്കാണ് വരുന്നത്. അപ്പം ഈ തത്തേനെ കണ്ടല്ലോ. തത്ത എങ്ങനെയാണ് ഉണ്ടാവുക? ആ തത്തയുടെ ഫേസ് ഇങ്ങനെയല്ലേ. പക്ഷേ ഇത് ഏകദേശം ഇങ്ങനെ വരുന്നത് തത്ത. തത്ത വരുന്നതാ. അപ്പം തത്ത എന്ന് പറയുന്നതാണ്. അപ്പോൾ കൊക്കൊന്നും മനസ്സിലായി. ഇനി അടുത്തൊരു വാക്ക് എന്താ വരുന്നത്? പട്ടം. പട്ടം നമ്മൾ വർത്തിയില്ലേ. എല്ലാവരും കുട്ടിക്കാലത്ത് നമ്മൾ വയലിലൊക്കെ പോയിട്ട് പാടത്ത് പോയിട്ട് അല്ലെ പറമ്പിലോ അല്ലെങ്കിൽ കൂട്ടുകാരോ കൂടെ പോയിട്ട് ഇപ്പോൾ ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ പട്ടം പറപ്പിക്കില്ല. പട്ടം ഉണ്ടാക്കുന്നത് എന്താ? പേപ്പറിനെ കൊണ്ട് അല്ലേ. ന്യൂസ് പേപ്പർ അല്ലെ കളർഫുള്ളായുള്ള പേപ്പേഴ്സൊക്കെ ഉപയോഗിച്ച് നല്ല ചിറകൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കും? പട്ടം ഉണ്ടാക്കും. എന്നിട്ട് പട്ടത്തിന് ഇങ്ങനെ പറപ്പിക്കുന്നത് നമ്മൾ നൂല് ഉപയോഗിച്ചില്ല. ആ നൂല് വെച്ച് കെട്ടി അത് നൂല് കെട്ടുന്ന സെറ്റാക്കി വെച്ചിട്ടില്ലെങ്കിൽ എന്താ പട്ടം മേലോട്ട് ആകാശത്ത് പറക്കൂല അല്ലേ. വായുവിൽ ഇങ്ങനെ പറക്കുകയില്ല. അപ്പോൾ നമ്മൾ ഈ രണ്ടക്ഷരമുള്ള അടുത്ത വാക്ക് എന്താ നമ്മൾ പഠിച്ചത്? പട്ടം. ഇങ്ങനെ എഴുതാൻ നോക്കാം നമുക്ക്. പട്ടം. ടം. അപ്പം അത് രണ്ടക്ഷരങ്ങളാണുള്ളത്, പായും ടായും. പട്ടം. പട്ടം എങ്ങനെ ഉണ്ടാവുക? അത് അതേപോലെ ട്രയാങ്കിളിലാണ് ഉണ്ടാവുക. ഇവിടെ അതിൻ്റെ ചിറകുകളുണ്ടാവും നമ്മൾ ഉണ്ടാക്കിയത്. ഇവിടെ അതിൻ്റെ നല്ല നീളത്തിലുള്ള വാലുണ്ടാവും. ഇനി ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക അല്ലേ. നമ്മളതിന് ഡിസൈൻ കൊടുക്കും. പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ ഒരു നൂലുണ്ടാവും. അത് പിടിച്ചിട്ടാണ് നമ്മൾ പട്ടം പറപ്പിക്കുന്നത്. അപ്പോൾ രണ്ടക്ഷരങ്ങൾ കൂടിയിട്ടുള്ള പട്ടം നമ്മൾ പഠിച്ചു. ഇനി എന്താണ് രണ്ടക്ഷരമുള്ളത്? കുട്ടി. കുട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ചെറിയ കുട്ടികളൊക്കെ നമ്മൾ കുട്ടി എന്ന് പറയും അല്ലേ. കുഞ്ഞുവാവയ്ക്കല്ലേ ചെറിയ കുട്ടി അല്ലേ, കുട്ടി എന്ന് പറയും നമ്മൾ. അപ്പോൾ കുട്ടി എന്നുള്ളത് രണ്ടക്ഷരമുള്ളത്. കുട്ടി. അപ്പം ഇങ്ങനെ എഴുതാൻ നോക്കേ.
കുട്ടി. കൂ ട്ടി കുട്ടി. ആ കുട്ടി എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളുണ്ടാവും, ചെറിയ കുട്ടികളുണ്ടാവും, ഏകദേശം മുടിയെല്ലാം ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ള കുട്ടികളുണ്ടാവും അല്ലേ. കുട്ടികൾ. ഓക്കെ, ഏകദേശം മനസ്സിലാകാനാണ് കുട്ടി എന്ന് പറഞ്ഞത്. പിന്നെന്താ മുട്ട. മുട്ട എന്ന് പറയുമ്പോൾ എന്താ, അതും 2 അക്ഷരങ്ങളാണ് മുട്ട എന്ന് പറയുന്നത്. അപ്പം മുട്ട എന്ന് പറയുന്നത് എല്ലാ പക്ഷികളും മുട്ടയിടും അല്ലേ. പക്ഷെ ഉരകങ്ങളും മുട്ടയിടും. ഉരകം എന്ന് പറഞ്ഞാൽ എന്താണ്, ആമ അല്ലേ. ആമ എഴഞ്ഞു പോകുന്നു, വെള്ളത്തിലും കരയിലൊക്കെ ജീവിക്കെങ്കിലും ആമ മുട്ടയിടും, കരയിൽ വന്നിട്ട് മുട്ടയിടും അല്ലേ. പക്ഷി മാത്രമല്ല എന്താ, ഉരകങ്ങളും ചില ഉരക വർഗത്തിലുള്ളവയും മുട്ടയിടും. അപ്പോൾ നമുക്ക് എങ്ങനെ മുട്ട എന്ന് എഴുതാം. മുട്ടയുടെ ആകൃതി എങ്ങനെയാ, ഇതാണ് അല്ലേ, ഇങ്ങനെ. കോഴിമുട്ട, ഇപ്പോൾ നിങ്ങൾ കണ്ടു താറാവ് മുട്ട. അപ്പോൾ ഈ മുട്ട എന്ന് പറയുന്ന അതാണ്. അപ്പോൾ അതും 2 അക്ഷരം കൂടിയ ഒരു വാക്കാണ്. അപ്പം 2 അക്ഷരം കൂടിയ വാക്കാണ് മുട്ട എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, വാക്ക് എന്നുള്ളത്. വാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഓരോ വാക്കുകൾ ഇല്ല, വേർഡ്സുകൾ. പിന്നെ എന്താ, കൊക്ക് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. കൊക്കിന് കൊക്കുണ്ട്, കൊക്ക് കഴിക്കുന്നത് എന്താണ്, മീൻ അല്ലേ. അതും 2 അക്ഷരമുള്ള വാക്കുകളാണ്. ഇപ്പോൾ മീൻ എന്ന് പഠിച്ചു നമ്മൾ, തത്ത എന്ന് പഠിച്ചു അല്ലേ, തത്ത കണ്ടല്ലോ. പിന്നെന്താ, പട്ടം. പട്ടം നമ്മൾ വർത്തിക്കാറില്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചതല്ല. പട്ടം, കുട്ടി, പിന്നെന്താ, മുട്ട. ഇത്രയും വാക്കുകൾ നമ്മൾ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.